കഴിഞ്ഞ ക്ലാസ്സിലെ 55ാമത്തെ പേജാണ് നോക്കിയത്. ഇനി നമുക്ക് 56ാമത്തെ പേജ് നോക്കാം. अपने अलग अलग कार्यवृत्त में जोरों से घिरे रहकर भी आजकल रुचि और सर्वेश मग्न थे. अच्छे दिनों की उम्मीद ने उनके चेहरे पर रंगत ला दी और चाल में लय तदा लोच. एक ही शहर में कहीं कोई है जो हमें पसंद करता है. यह एहसास അനോഖാത. അപ്പോൾ അവർ രണ്ടുപേരും രണ്ട് ഫീൽഡാണ്, എന്നാലും അവർ ആ ഫീൽഡിൽ വർക്ക് ചെയ്ത് അങ്ങനെ ഒരു പ്രത്യേക ഒരു സന്തോഷം സമാധാനമായിരുന്നു. കാരണം ഒരേ ഒരു ഷഹറിൽ, ഒരേ ഒരു നഗരത്തിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാളുണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നാൻ തുടങ്ങി. रुचि के प्रोग्राम पर भी उसकी उमंग का प्रतिबिंब पड़ रहा था. पर व्यंजन बनाते प्रस्तुत करते वक्त वह कल्पना करती है कि इसी तरह हंसते मुस्कुराते हुए सर्वेश को अपने बनाए व्यंजन खिलाया करेंगी. അപ്പോൾ അവൾ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, കുക്കറി ഷോയ്ക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ചിരിച്ച് ആങ്കർ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അവർ വിചാരിക്കും ഇതുപോലെ തന്നെ സർവേഷിന് ഫുഡൊക്കെ ഉണ്ടാക്കി വിളമ്പി കൊടുക്കണമെന്ന്. सर्वेश एक नए काम में व्यस्त था. उसे मुंबई के प्रमुख मंदिरों में व्याप्त भ्रष्टाचार का बंडा फोड़ना था. അയാളാണെങ്കിൽ ഒരു ഗോജി പത്രകാരനാണ്, എന്നുവെച്ചാൽ ഡിറ്റക്റ്റീവായിട്ടുള്ള രീതിയിൽ ജേർണലിസ്റ്റാണ് ആൾ. ഓരോന്ന് കണ്ടുപിടിച്ച് അന്വേഷിക്കാതെ. അപ്പോൾ അയാൾക്കാണെങ്കിൽ മുംബൈയിൽ ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന അഴിമതികൾ അത് കണ്ടുപിടിക്കാനുള്ള ജോലിയായിരുന്നു അയാൾക്ക്. यह आसान नहीं था क्योंकि प्रत्येक मंदिर अपने समस्त भेद गर्भगृह में गाड़ कर रखता था. यह सवाल मात्र आर्थिक भ्रष्टाचार का नहीं वरना नैतिक भ्रष्टाचार का भी था. അപ്പോൾ അയാളെ സംബന്ധിച്ച് അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ട്. സർവേഷ് को 4 पत्रकारों की टीम का नेतृत्व करना था. 4 പത്രക്കാർ ആ ഒരു ടീമിനെ അയാൾക്ക് നയിച്ചു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. रुचि को फोन पर जब इस जिम्मेदारी का पता चला उसने സർവേഷ് കോ മനാ കിയ. അപ്പോൾ ഈ ഒരു ഡിക്റ്റേറ്റീവ് ടൈപ്പ് ഇങ്ങനെ ഉള്ള ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ രുചി പറയാണ് വേണ്ടാന്ന് വെക്കാൻ പറയാണ്. മന്ദിർ ഏക് വിസ്ഫോടക് വിഷയ് ഹേ, ഇസേ നാ ഹി छेड़े तो अच्छा. तब तो और भी ज़रूरी है कि मैं इसमें कूदूँ. मंदिर वह स्थान है जहाँ ज़्यादातर मूड किस्म के भक्त हाथ जोड़कर शीशा नवा कर जाते हैं. वे घंटा बजाते और प्रसाद चढ़ाते हैं. असली खेल मंदिर के पट बंद होने के बाद शुरू होता है. तब वहाँ के पंडे पुजारी मजबूर औरतों का कभी पागंड से कभी पराक्रम से अपनी ഹവസ് കാ ശിക്കാർ ബനാത്തെ ഹേ. അപ്പോൾ ഇയാൾ പറയാണ് മന്ദിർ തൊട് എന്ന് പറയുന്ന ഒരു സ്ഫോടനം തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ കാലത്ത് എന്ന് പറയുമ്പോൾ ആൾക്കാർ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇയാളെ സംബന്ധിച്ച് ആൾക്കാർ വന്ന് അവർ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ അവിടെ നടക്കുന്നത് ഈ പൂജാരികൾ, മന്ത്രവാദികൾ, അങ്ങനെയുള്ള കുറേ ടീംസിൽ പണ്ഡിതന്മാരെന്നൊക്കെ പറഞ്ഞ് നടക്കണം. അവരെ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു കൊള്ളസംഘം പോലെ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ, അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാരൻ വരെ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, പൊട്ട കുറേ കാര്യങ്ങൾക്ക് അവർ പങ്കാളികളാണെന്ന്. तुम क्या सोचते हो, इतने मोटे तगड़े हट्टे कट्टे लोग बिना सेक्स के जीवित रहते हैं. रुचि सहम गई. यह काम पुलिस या प्रशासन करे. अखबार इसमें क्या कर लेगा. അപ്പോൾ ഇയാൾ ചോദിക്കുക നീ എന്താ വിചാരിക്കുന്നത്, ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ സെക്സ് ഒന്നും ചെയ്യാതെ ജീവിക്കുന്നത് നിനക്ക് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയുന്നുണ്ട് എന്തെങ്കിലും ആവട്ടെ, അങ്ങനത്തെ കാര്യങ്ങൾ പോലീസും അതുപോലെ ഭരണകൂടങ്ങളൊക്കെ അത് കണ്ടുപിടിച്ചോളും. അക്ബാർ ഇസ്മേ ക്യാ കർ ലേഗ. പക്ഷേ ഈ പത്രക്കാരും ഇതിന് എന്താ ചെയ്യാനാ. അക്ബാർ ഇൻ मठाधीशों के खिलाफ जनता में आक्रोश जाएगा, इसलिए तो इसे लोकतंत्र का
ഗബ്ബ കഹത്തെ ഹിം. ഇങ്ങനത്തെ ആൾക്കാരനെ എതിരെ അവർക്കുള്ള അവരുടെ ശരിക്കുള്ള മുഖം ഇവർക്ക് നമ്മുടെ ജനതയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് ലോകതന്ത്ര, നമ്മുടെ ഭരണഘടനയുടെ ഒരു മുഖം തന്നെയാണ് ഈ പത്ര സേവനം എന്നൊക്കെ പറയുന്നത്. मुझे तुम्हारे लिए चिंता रहेंगी, तुम बहाना बनाकर यह അഭിയാൻ ചോड़ दो. എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്, എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞൊന്ന് ഒഴിയെന്ന് രുചി പറയാണ്. देखो डियर, सर्वेश नारंग ने कभी पीछे हटना नहीं सीखा है. दूसरी बात, मैं कभी तुम्हारे काम में दखलंदाजी नहीं करता. तुम क्या कुछ सही गलत सिखाती हो. അപ്പോൾ പറയാണ്, ഞാനൊരു കാല് എന്താ പറയുക, എന്തെങ്കിലും ആവശ്യത്തിന് ഒരു കാല് മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും പിന്തിരിഞ്ഞ് പിന്നോട്ട് വെക്കില്ല. ഞാൻ നിൻ്റെ ജോലിയിലൊന്നും ഇടപെടുന്നില്ലല്ലോ, പിന്നെ നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് രുചിയോട് സർവേഷ് ചോദിക്കുകയാണ്. രുചിനെ ഉസേ ടോക്ക, തും ഭൂൽ രഹേ ഹോ ഹമാരെ तो मुलाकात ही तुम्हारी दखलंदाजी से शुरू हुई थी. അപ്പം നീ മറന്നോ, നമ്മുടെ ഫസ്റ്റത്തെ മീറ്റിംഗ് തന്നെ നിൻ്റെ ഈ ഒരു ഇടപെടൽ, അങ്ങോട്ടുള്ള ഒരു ഇടപെടൽ മൂലമാണ് ഉണ്ടായത്, ആവശ്യമില്ലാത്ത രീതിയിലുള്ള ഒരു സമീപനത്തിലൂടെയാണ്. വഹ് തോ മേരാ പ്രവേശ് പത്ര था, तुम तक पहुँचने का मैं खाना खिलाने को इतनी अहमियत नहीं देता. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ലെറ്റർ എഴുതിയിട്ട് അങ്ങോട്ട് കയറി ചെന്നതല്ല. അപ്പോൾ അതാണ് രുചി പറയുന്നത്. അപ്പോൾ ഇയാൾ പറയണം, നിന്നിലേക്ക് എത്താനുള്ളൊരു വഴിയായിരുന്നു അതെന്ന്. പിന്നെ നെക്സ്റ്റ് പേജ് 57ാമത്തെ പേജാണ് കേട്ടോ, സോറി 58. काम से फारिग होकर सप्ताहांत में सर्वेश और रुचि मिले. दोनों और इंतज़ार था, जिसकी बेचैनी सिर्फ कैफ़े कॉफ़ी डे में बैठने से दूर नहीं होती. खुद ब खुद उनकी कार ओशवारा के വിക്ടോറിയ ചേംബേഴ്സ് की तरफ मूड गई है. ഇപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ആഴ്ചയിലൊരു സൺഡേ കാണും, അവർക്കെന്ന് പറയുമ്പോൾ പിന്നെ മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇവരുടെ രുചിനെ ജൽദി ജൽദി ज़मीन पर गिरी, गादियाम सोफे पर रखी और एसी चलाई. कॉफ़ी वे पहले ही पी चुके थे. रुचि को समझ नहीं आ रहा था अपने इस खास मेहमान के स्वागत में वह क्या करे. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ മീറ്റിംഗ് ആദ്യം കഫേലായിരുന്നു, പിന്നെ വീട് വരെ എത്തി തുടങ്ങിയപ്പോൾ ഇവൾക്ക് ആകെ എന്തോ ഇതായി, എന്താണ് ഇയാൾക്ക് കൊടുക്കുക. ഖാസ് മെഹമാൻ എന്നുവെച്ചാൽ നല്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് വരുന്നതെന്ന്. सर्वेश ने उसे बाहों में भर लिया. रुचि का बूटे सा जिस्म उसकी जकड़न में पहले तना, फिर नरम पड़ गया. वे एक दूसरे को थामे अंदर के कमरे में आ गए. रुचि के सिंगल बेड पर कई कपड़े पड़े थे जो वह हड़बड़ी में सुबह छोड़ आई थी. वैसे ही बेहतरीन बिस्तर पर വേ ലേറ്റ് ഗയെ. അപ്പോൾ അവർ റൂമിലേക്ക് പോയപ്പോഴാണെങ്കിലോ ഈ ബെഡിലാണെങ്കിൽ രുചിയുടെ ബെഡിലാണെങ്കിൽ കാലത്ത് കുറേ ഡ്രസ്സുകൾ വലിച്ച് ഇട്ടുണ്ടായിരുന്നു, അതൊക്കെ ആയിരുന്നു. देर रात जब वे अपने स्वप्न लोग से जागे, दोनों को लगा जैसे बहुत दिनों बाद वे आज़ाद हुए हैं. सर्वेश ने रुचि से कहा, ऐसा लग रहा है जैसे मेरी बरसों की थकान आज उतरी है. पता नहीं तुम्हें कैसे लगा. അപ്പോൾ അവർ ഒരു സ്വപ്ന ലോകത്തായി രണ്ടുപേരും, അവർ കുറേ കാലങ്ങൾക്ക് ശേഷം അവരൊരു ഫ്രീഡം രണ്ടുപേർക്കും കിട്ടിയെന്നുള്ളൊരു തോന്നലായി. എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ മുझे अच्छा लगा, हल्का लग रहा है. रुचि, हम एक दूसरे के 15 अगस्त बनेंगे. तुम मेरे 26 जनवरी में तुम्हारा 15 अगस्त. അപ്പോൾ പറയുന്നതാണ്, നീ എൻ്റെ ആഗസ്റ്റ് 15, ഞാൻ നിൻ്റെ എന്താ പറയുക ജാനുവരി 26 എന്ന് പറയാണ്. ഹം ऐसे रिश्ता बनाएंगे जिसमें खूब गुलापन हो. അപ്പോൾ എന്താണെന്ന് അറിയാം, നമ്മൾ അങ്ങനത്തെ ഒരു ബന്ധം തുടരാം, കാരണം നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീഡം അത്യാവശ്യമാണ്. തും അപ്നാ കാം കർത്തി രഹോ, മേ അപ്നാ കാം കർത്താ രഹോ. നീ നിൻ്റെ ജോലി, ഞാൻ എൻ്റെ ജോലിയും ചെയ്യാം. ബാഹർ കി സാരി ദൗഡ് ധൂപ് കെ ബാദ്
ജബ് മേ ഘർ ആവൂ തോ മുझे തും മിലോ എന്നുവെച്ചാൽ എന്താ പറയുക, രണ്ടുപേരും രാത്രിയാണ് ഫ്രീ ആവുക. അപ്പോൾ എന്താ പറയുക, ആ ഒരു ടൈം മതി നമുക്ക് രണ്ടു പേർക്കും. ആജ് രുചിനെ ബി മൻ ബൻ ലിയ, बहुत जेल लिया अकेलापन, नया साथी चुनने में कोई वैधानिक बाधा तो नहीं है नहीं, बस अपने मन और मस्तिष्क को समझाना है. അപ്പോൾ ഇവർക്കും തോന്നി കുറേ കാലമായി ഒറ്റപ്പെട്ട് ഇങ്ങനെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മനസ്സിനൊന്ന് പറഞ്ഞ് പഠിപ്പിച്ചാൽ മതിയെന്ന്. ജിന്ദഗി കാ യഹ് നയാ അധ്യാൻ ബിനാ शोर शराबे शुरू हुए, सबको ईमेल पर नया पता भेज दिया गया. अपना ഓഷുവാര വാല മക്കാൻ രുചിനെ താല ലഗാക്കർ ബന്ദ് കർ ദിയ. അപ്പോൾ പുതിയൊരു തുടക്കമാണ്, എല്ലാവർക്കും ഇൻവിറ്റേഷൻ ലെറ്റർ അയച്ചു, കാര്യം പറഞ്ഞു തുടങ്ങിയ പോലെ ഓഷുവാരയിലത്തെ അവരുടെ റൂമൊക്കെ അടച്ചു, എന്നുവെച്ചാൽ വീടൊക്കെ അടച്ച് ഫ്ലാറ്റൊക്കെ അടച്ച് പോന്നു. उसका कुल सामान वही रहने दिया. सर्वेश के यहाँ सब कुछ इफरात में था. दो बड़े कमरों के बाद एक बालकनी दी, जिसके दूसरे छोर पर माँ का कमरा था. അപ്പോൾ ചെറിയ റൂം വെച്ചാൽ രണ്ട് റൂം, ബാൽക്കണി ഉണ്ട്, ഒരു സ്ഥലത്ത് വേറെ റൂം, മറ്റൊരു സ്ഥലത്ത് അമ്മയുടെ റൂം. घर की व्यवस्था मंदा के हाथ में दी. वह सवेरे 7 बजे आती और शाम 7 बजे വാപ്പസ് अपने घर जाती. അപ്പോൾ വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മന്ദ എന്ന് പറയുന്ന ഇവരുടെ സെർവൻ്റാണ്. കാലത്ത് 7 മണിക്ക് വരും, വൈകിട്ട് 7 മണിക്ക് പോവും. മാ കെ പ്രശിക്ഷൺ സെ വഹ് അച്ഛാ ഗാന ബനാന സീഖ് ഗയി തി. അമ്മയുടെ അപ്പോൾ ഉള്ള ഒരു സഹവാസത്തിൽ അവരും നല്ല ഫുഡ് ഉണ്ടാക്കി തുടങ്ങി. രുചി ഓർ സർവേഷ് കെ इस नव संबंध पर ना तो किसी ने फूल बरसाए ना काटे. उन्होंने 2 मित्रों की उपस्थिति में नोटरी से अपने विवाह की रजिस्ट्री करवाई और हल्दीराम के रसगुल्लाओं से सबका मुँह मिठा कर दिया. സിമ്പിളായിട്ടുള്ളൊരു മാരേജ് ആയിരുന്നു, രജിസ്റ്റർ ചെയ്തു, പിന്നെ എല്ലാവർക്കും മധുരം കൊടുത്തു, അത്ര തന്നെ. 2 ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. घर में माँ ने रुचि के गले में सोने की एक जंजीर എന്ന് പറഞ്ഞാൽ ചെയിൻ पहनाई और कहा, देख कुड़े मेरी फिक्र ना करी, बस तू ഓനു സാം. അപ്പോൾ ഒരു ഗോൾഡ് ചെയിൻ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കാര്യം നോക്കണ്ട, നീ ഇവൻ്റെ കാര്യം നോക്കുന്ന. शादी की नवीनता के बावजूद सर्वेश बार बार अपने बेटे को याद करता. अंश कहता था, डैड बड़ा होकर मैं भी आपके तरह पत्रकार बनूंगी, गोजी पत्रकार. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോൻ്റെ ഓർമ്മ വന്നു. മോൻ പറഞ്ഞിരുന്നു, അച്ഛൻ ഞാൻ വലുതായ അച്ഛൻ്റെ പോലെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവായിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആവുമെന്ന്. उसकी माँ ने कभी उसे अपने कब्जे से दूर नहीं होने दिया. പക്ഷെ അമ്മ എന്താ വെച്ചാൽ ആ കുട്ടിയുടെ അൻഷിൻ്റെ അമ്മ അവനെ എപ്പോഴും ഇങ്ങനെ ഒരു തൻ്റേതായൊരു സ്റ്റാൻഡിൽ നിർത്തിയിട്ടാണ് ഇങ്ങനെ ആയതെന്ന് ഇവർ പറയാണ്. കബി സർവേഷ് लगातार सिगरेट पीते हुए स्वागत कदन करता. आदमी 1000 बार बिस्तर में जाते हैं पर एक या दो बार बाप बनने में कामयाब होता है. ഒരാൾ പുരുഷൻ ഒന്ന് പറയുന്നുണ്ട്, ആദ്മി കുറേ പ്രാവശ്യം ഇങ്ങനെ ബിസ്തറിൽ വീഴും, പക്ഷേ അച്ഛൻ 1-2 പ്രാവശ്യമാണ് അച്ഛനാകുന്നത്. उसमें कामयाब होता है. पितृत्व के खिलाफ औरतों के हाथ में कई हथियार है. वे आसानी से अपने को गर्भवती नहीं होने देती. वे कोई जिम्मेदारी नहीं उड़ना चाहती. അപ്പോൾ ചില സ്ത്രീകളാണെങ്കിൽ ഗർഭവതി ആവാതിരിക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നു, കാരണം അവർ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉത്തരവാദിത്തങ്ങൾ എടുക്കരുതെന്ന് വിചാരിച്ചേ. तब तो मैं चाहूँ तभी भी बाप नहीं बन सकता. मैंने सन 2000 में ही നസ്ബന്ദി കർവാ ലീതി. അപ്പം ഞാൻ എത്ര ആഗ്രഹിച്ചാലും എനിക്കൊരു അച്ഛനാവാൻ പറ്റില്ല എന്ന് ഇയാൾ പറയാണ്. കാരണം ഈ 2000 ഞാൻ വന്ധ്യത ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടായിരുന്നു. രുചിക്കോ ഇൻ ബാത്തോം സെ ഗീഞ്ച് ഓർ ഊബ് ഹോത്തി. യഹ് ക്യാ കി
फैले हुए दूध पर रोए जा रहे हैं, बेटे से इतना ही लगाव दातो उसे साथ रखते. അപ്പോൾ ഇവള് പറയാണ് ഇങ്ങനെയൊക്കെ സ്നേഹമൊക്കെ ഉണ്ടാവായിരുന്നെങ്കിൽ മകനെ എന്തുകൊണ്ട് ഒപ്പം നിർത്തിയില്ല. दूसरी तरफ रुचि को मनोवैज्ञानिक उलझन होती. उसे बड़ी शिद्दत से माँ के रूप में अपनी नाकामयाबी महसूस होती. उसका बेटा गगन भी इन्हीं परिस्थितियों का शिकार था और कभी भी किसी गड्ढे में गिर सकता था. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ സർവേഷൻ ഇങ്ങനെ കുറ്റം പറയുമ്പോൾ ഇവർക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്തൊരു അമ്മയാണ്, എൻ്റെ മകന് ഇതേ അവസ്ഥയിലാണ്, എപ്പോൾ വേണമെങ്കിലും അവനും ഇതുപോലെ വീഴാമെന്ന്. उसे यह भी याद आता कि गगन के छूटेपन में रुचि ने ज़रा भी धैर्य से काम नहीं लिया. वह पति का गुस्सा पुत्र पर निकाल कर सोचती मैंने बदला ले लिया. അപ്പോൾ ഞാനാണെങ്കിൽ രുചി പറയാണ് അയാളോടുള്ള ദേഷ്യം എന്ന് വെച്ചാൽ രുചിയുടെ ഫസ്റ്റത്തെ ഹസ്ബൻഡിനോടുള്ള ദേഷ്യമൊക്കെ മകൻ്റെ അടുത്ത് തീർത്തു, അത് മാത്രമാണ് ഞാൻ ചെയ്തത്. एक बार गगन धूप में बाहर जाने की जिद कर रहा था. रुचि ने खींचकर उस पर स्टील का ग्लास दे फेंका था. അപ്പോൾ ഒരു പ്രാവശ്യം മകനാണെങ്കിൽ വെയിലത്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെച്ചാൽ വെയിലത്ത് പുറത്തേക്ക് പോകുക. അപ്പോൾ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് അതിൻ്റെ കുട്ടിയുടെ മേത്ത് സ്റ്റീൽ ഗ്ലാസ് എറിഞ്ഞു. ഗഗൻ കെ മാതേ പർ ചോട്ട് ലഗി ജിസ്കാ നിഷാൻ ബഡേ ഹോനെ പർ ബി ബനാ രഹ. അപ്പം എന്താ അത് എറിഞ്ഞ കാരണം ആ കുട്ടിയുടെ എന്താ പറയുക നെറ്റിയിൽ ആ പാടുണ്ടായി, വലുതായിട്ട് അത് മാറുണ്ടായിരുന്നില്ല. ഗഗൻ കെ മാതേ പർ ചോട്ട് ലഗി ജിസ്കാ നിഷാൻ. प्रभाकर की हरकतों के विरुद्ध रुचि में आक्रोश इकट्ठा हो रहा. गगन के प्रति ഹിംസാമേ ആക്കർ ലേത്ത. അപ്പോൾ അയാളോടുള്ള ആക്രോശ് വിരോധമൊക്കെ കുട്ടിയുടെ മേത്ത് ഭയങ്കര ഹിംസപരമായിട്ടാണ് ഇവർ തീർത്തതെന്ന്. ഉസ്കെ മൻ മേ ഗാട്ട് ബൻതി കേക്കി ഗന്ദേ ഇൻസാൻ കാ ബച്ചെ ബി ഗന്ദ നിക്കലേങ്ക. അപ്പോൾ ഇവളുടെ മനസ്സിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു വിചാരം തോന്നി, പൊട്ട മനുഷ്യൻ്റെ കുട്ടിയല്ല, അതും പൊട്ട തന്നെ ആവുള്ളൂ എന്ന്. अब जब वह सर्वेश का अंश की यादों में निम्न देखती उसके अंदर नए सिरे से अपराध बोध होता. इसमें कोई शक नहीं है कि उसके और प्रभाकर के रिश्तों की थलियाँ सबसे ज़्यादा गगन ने झेली. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇവർക്ക് കുറ്റബോധം തോന്നുകയാണ്. കാരണം സർവേഷ് തൻ്റെ മകനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അപ്പോൾ ഇവിടെ വിചാരിക്കുകയാണ് ഇവർ എന്താ പറയുക രുചിയുടെ പണ്ടത്തെ ഭർത്താവ്, ആദ്യത്തെ ഭർത്താവ് പ്രഭാകർ, അവരുടെ ഇടയിൽ പെട്ടുപോയത് മകനാണ് എല്ലാം സഹിച്ചത്. കബി മാ ഉസേ മാർത്തി തോ കബി പിതാ. ബച്ചപ്പൻ സേ ഹി വഹ ഹദ് ദർജ് കാ ഉഗ്ര ഓർ ജിന്ദഗി ബനാ ഗയാ. ചിലപ്പോൾ അച്ഛനടിക്കും, അതിൻ്റെ ദേഷ്യത്തിൽ അമ്മ അടിക്കും, അതിൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ ആ ചെറുപ്പം അങ്ങനെ അവൻ കഴിച്ചു കൂട്ടിയിട്ടുണ്ടെന്ന്. रुचि की समस्या यह थी कि वह गगन संबंधी अपनी चिंताएं पति से बांट नहीं सकती थी. उसे यह बताया ही नहीं था कि उसके कोई बच्चा भी है. അപ്പോൾ രുചിയാണെങ്കിൽ തൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, കുട്ടിയുണ്ടോ കല്യാണം കഴിച്ചതൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഈ കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം പറയാതിരിക്കുകയാണ്. अब वह पछताती. अगर उसने यह तथ्य उजागर किया होता तो अब वह सुझाव दे सकती थी कि वे लोग गगन को साथ रखें. यह अलग बात है कि गगन यह प्रस्ताव मानता या नहीं. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാലും ഗഗനെ ഒപ്പം നിർത്താൻ പറ്റുമോ ഒന്നും അറിയില്ല. യഹ് അലഗ് ബാത് ഹേ കി ഗഗൻ യഹ് പ്രസ്താവ് മാൻതാ യാ നഹി. ഇപ്പം ഇയാളോട് പറഞ്ഞാൽ ഇയാൾ ഇനിയിപ്പോൾ കുട്ടീനെ ഒപ്പം നിർത്താൻ സമ്മതിക്കുമോ? ഇനി അതൊന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഗഗൻ ഇതിനൊക്കെ സമ്മതിക്കുമോ എന്ന്. അപ്പോൾ അതുവരെയാണ് 61-ാമത്തെ പേജ്. അത് ഞാൻ ഫുള്ളായിട്ടൊന്ന് എടുക്കുന്നുണ്ട്.
बड़ी उम्र के इस समझदार संबंध में रुचि और सर्वेश ने एक नूतन प्रणाली का प्रणय निर्मित किया था. പുതിയൊരു ബന്ധം അവർ പുതിയ രീതിയിലാണ് അവർ പ്രണയിച്ചു തുടങ്ങിയത്. अपने कार्य जगत की व्यवस्थाओं का दोनों ख्याल रखते. രണ്ടുപേരും ഫീൽഡിൽ തൻ്റെ വർക്കിനെ പറ്റിയാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് വെച്ചാൽ അതിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കാം. दोनों के अलग अलग बैंक आते थे और कोई किसी के आय വ്യവ്യമേ ഹസ്താക്ഷേപ നാ കർത്താം. എന്നുവെച്ചാൽ ഇവർ കുറേ കണ്ടീഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുകയാണ്. രണ്ടുപേർക്ക് രണ്ട് അക്കൗണ്ടാണ്, അതൊന്നും കൈകാര്യം ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ ഒന്നും ഇടപെടേണ്ട ആവശ്യമില്ല എന്ന്. सबसे बड़ी आसादी इस बात की थी कि रुचि जब अपने घर जाकर रहना काम करना चाहे और पूरी छूट दी. अगर सर्वेश को फुर्सत होते तो वह भी कभी कभी ओश्वारा पहुँच जाता. അപ്പോൾ ഇവരാണെങ്കിൽ ഇടയ്ക്ക് വീട്ടിൽ പോവാം, അപ്പോൾ ഇയാളാണെങ്കിൽ ഇയാൾക്ക് ഫ്രീ ആകുമ്പോൾ അങ്ങോട്ട് വരികയും ചെയ്യും. कभी कभी रुचि अपने शौक के सिलसिले में इतने लोगों से घिरी होती है कि पति पत्नियों में अंतरंग बात भी ना हो पाती. രണ്ടുപേരും വെച്ചാൽ രുചി ഭയങ്കര ബിസി ആകുമ്പോൾ രണ്ടുപേരുടെ ഇടയിലും സംസാരിക്കാൻ പോലും നേരമില്ലാത്ത അവസ്ഥയാണ്. रुचि उसे रोकने की कोशिश करती तो वह हंसता हुआ उठ देता. അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞ് ഇവർ ഭയങ്കര ഫേമസ് അല്ല, അപ്പോൾ ഇവരിങ്ങനെ ഓടി നടന്ന് എല്ലാവരുടെ അടുത്ത് വർത്താനം പറയും. അപ്പോൾ ഇയാളാണെങ്കിൽ കുഴപ്പമില്ല, ക്യാരി ഓൺ എന്നുള്ള രീതിയിലാണ് എപ്പോഴും സംസാരിക്കുക. ബാക്കി ബാത്തേം ഇസ് പർ വഹ അപ്ന സ്മാർട്ട് ഫോൺ ദിക്കാത്ത. അപ്പോൾ അറിയും ബാക്കി കാര്യങ്ങളൊക്കെ ഫോണിലൂടെ സംസാരിക്കാമെന്ന്. रुचि मित्र मंडली को उसकी किस्मत पर रश्क होता. कितना लिबरल शौहर पाया है तुमने. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് അവർക്ക് ഭയങ്കര കൗതുകം, ഒരു അസൂയൊക്കെ തോന്നും, കാരണം എത്ര ലിബറലായിട്ടുള്ള ഒരാളാണ് അയാൾ, നല്ലൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. തുംഹേ ജീനേക്ക് കാം കർണേക്ക് പൂരി ആസാദി ദേത്തെ ഹി. നിനക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും ഫുൾ ഫ്രീഡം അയാൾ തരുന്നുണ്ട്. രുചി കഹത്തി ഇസ്ലിയെ തോ മേ ഉസേ കഹത്തു തും മേരി 15 അഗസ്റ്റ് ഹോ. അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് ആളെൻ്റെ ആഗസ്റ്റ് 15 ഓർ വഹ് തുംഹേ ക്യാ കഹ്താ. ആളാണെങ്കിൽ എന്നെ പറയണത് എന്താ, ഞാൻ അദ്ദേഹത്തിൻ്റെ ജാനുവരി 26 ആണെന്ന്. सच्चाई यह थी कि 21वीं सदी के दूसरे दशक तक अपनी मुल्क में शिक्षा और रोज़गार ने लड़के लड़कियों के सामने उम्मीदों का संसार खोल दिया था. हुजूम लड़कियों पढ़ लिख कर काम पर जाने लगी. माता पिता के दबाव में उन्हें शादी के फ्रेम में बांधने पड़ता, पर दिन पर दिन यह फ्रेम उन्हें ദംഗോഡു മെഹസൂസ് ഹോത്ത. കുറച്ച് കാലഘട്ടം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരു ഫ്രീഡം ഇല്ല. പക്ഷേ പെൺകുട്ടികൾ, എല്ലാ വിഭാഗത്തിലെ പെൺകുട്ടികളും പഠിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു കല്യാണത്തിൻ്റെ ഒരു ഫ്രെയിമിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടെന്ന്. पारंपरिक विवाह में लोकतंत्र की संभावना कठिन थी. हर जीवन साथी की इच्छा रहती है कि पत्नी के संपूर्ण जीवन को संचालित करे. सुबह उसके जागने से लेकर रात उसके सोने तक वह उसका नक्शा तैयार रखता है कि पत्नी को क्या करना है. कुछ जीव साथी तो ऐसे देखिए पत्नी को बाथरूम या टॉयलेट में भी अगर देर लगता तो നെർവസ് ഹോ ജാത്തെ. അപ്പോൾ ചില ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ, കാലത്തൊട്ട് വൈകുന്നേരം വരെ ഭാര്യയ്ക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ചില ആൾക്കാരെന്താ, ഭാര്യ വാഷ്റൂമിൽ പോവുകയാണെങ്കിൽ, ബാത്റൂമിലാണെങ്കിലും അതുപോലെ ടോയ്ലറ്റിലാണ് പോവുകയാണെങ്കിൽ കുറച്ച് നേരം വൈകിയാൽ പോലും നെർവസ് ആവുന്നു. पत्नी के बाहर निकलते ही पूछते अंदर बैठे क्या कर रही थी. അപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ചോദിക്കാം എന്താ അവിടെ അകത്ത് എന്തായിരുന്നു പണിയെന്ന് വരെ ചോദിക്കുന്ന ആൾക്കാർ വരെ ഉണ്ടെന്ന്. അപ്പോൾ പക്ഷേ ഈ നമ്മുടെ രുചിയും പോലെ സർവേഷും അങ്ങനെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഫ്രീഡാണ്. രണ്ടുപേരുടെ കരിയറിനും അവരുടെ ഒരു സ്നേഹമുണ്ട്, പക്ഷെ അതിനപ്പുറം അവർ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. മറ്റ് രണ്ടുപേരും ഒരു ഇൻഡിവിജ്വലാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടാനുള്ള, മറ്റുള്ളവരുടെ കാര്യത്തിൽ വല്ലാതെ ഇങ്ങോട്ട് ഇടപെടേണ്ട ഒരു ഇതുമില്ല. ഫ്രീ ആയിട്ട് നടക്കുക, അവനവൻ്റെ കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ് ഇവരുടെ പോളിസി.